ഹലോ, ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിപ്പി റോസ്റ്റ്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനാദ്യം ഒരു പാത്രത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചിപ്പി അല്ലെങ്കിൽ കക്ക അത് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കരിവേപ്പില ഇടാം. ഇനി പുരട്ടി വെച്ചിരിക്കുന്ന ചിപ്പി അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ മുരിയേണ്ട ആവശ്യമില്ല. ഈ പരുവാകുമ്പോൾ മാറ്റാം. ഇനി മറ്റൊരു പാത്രത്തിൽ നമ്മൾ യൂസ് ചെയ്ത എണ്ണ തന്നെ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള അതിലോട്ട് ഇട്ട് ചുമപ്പിച്ചെടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുമന്ന് വരുമ്പോൾ കട്ട് ചെയ്ത തക്കാളി അതിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളകും പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. കൂട്ട് ഒന്ന് ശരിയായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിപ്പി അതിലോട്ട് ഇട്ട് പുരട്ടിയെടുക്കാം. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ ചിപ്പി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.